പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു. മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാര വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. സ്നേഹമുള്ളവരെ, മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം പരിശുദ്ധ ത്രിയേക ദൈവം അബ്രഹാത്തെ സന്ദർശിക്കുവാനെത്തി. എന്തിനാണ് അബ്രഹാത്തെ ഇപ്പോൾ ദൈവം സന്ദർശിച്ചതെന്നറിയാമോ? അബ്രഹാത്തോട് വാഗ്ദാനം ചെയ്ത കാര്യം ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ദൈവം നടത്തുക തന്നെ ചെയ്യും. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ നിനക്ക് സാധിക്കുമോ? നിന്റെ സന്താന പരമ്പരയും ഇതുപോലെയായിരിക്കും. അടുത്ത വസന്തത്തിൽ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു പുത്രൻ ജനിക്കും. ഇത് കേട്ട് സാറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന ഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് പറഞ്ഞു, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ വൃദ്ധനായ അബ്രഹാത്തിനും സാറായ്ക്കും ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവം ചൊരിഞ്ഞ വാഗ്ദാനങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ശബ്ദമാകുവാൻ വിളിക്കപ്പെട്ട അബ്രഹാത്തെ പോലെ വിശ്വാസപൂർവം ദൈവത്തിനു വേണ്ടി നല്ലത് പറയുവാനും നല്ലത് കാണുവാനും കേൾക്കുവാനും നല്ല പാതയിലൂടെ നടക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവിക പദ്ധതികൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടും. ദൈവിക പദ്ധതികൾ നമ്മിൽ പൂർത്തീകരിക്കുവാൻ നാം ക്ഷമയോടെ കാത്തിരിക്കണം. കർത്താവായ യേശു തന്റെ ഉത്ഥാനത്തിന് ശേഷം ജീവിക്കുന്നവനായ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ ഉടൻ തന്നെ അവർക്കായി വർഷിച്ചില്ല. പകരം, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്നാണ് പറഞ്ഞത്. കാത്തിരുന്ന അവർക്ക് പെന്തക്കോസ്താ ദിവസം അവർ ആഗ്രഹിച്ചിലേറെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിനായി ജ്വലിക്കുന്നവരായി മാറുവാൻ അവർക്ക് കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല, എന്റെ ആവശ്യം പൂർത്തീകരിച്ചില്ല, എന്റെ കണ്ണുനീർ കണ്ടില്ല, എന്റെ നിലവിളി കേട്ടില്ല എന്ന് നാം കരുതരുത്. നാം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ദൈവത്തിന് ചെയ്തു തരുവാൻ സാധിക്കും. അവിടുന്ന് സമയത്തിന്റെ പൂർത്തീകരണത്തിൽ നമുക്കെല്ലാം ചെയ്തു തരും. ഇവിടെ അബ്രഹാത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ അബ്രഹാത്തിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. അബ്രഹാം പ്രത്യാശയോടെയാണ് കാത്തിരുന്നത്. അത് അവന് നീതിയായി പരിണമിച്ചു. സ്നേഹമുള്ളവരെ, നാം പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി കാത്തിരിക്കണം. സഭാപ്രസംഗകൻ 3-ാം അധ്യായം വെളിപ്പെടുത്തുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട്. അതിനാൽ സങ്കീർത്തന പുസ്തകം 145-ാം അധ്യായം 13-ാം തിരുവചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. സ്നേഹമുള്ളവരെ, തീർച്ചയായും നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആകാശവും ഭൂമിയും അറിയാലും നമ്മുടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് ദൈവത്തിന്റെ വാക്കാണ്. അവിടുന്ന് പറയുകയും അവിടുന്ന് പറഞ്ഞത് നിറവേറ്റുകയും ചെയ്യും. അതിനാൽ വിശ്വാസപൂർവ്വം നാം കർത്താവിനോട് ചോദിക്കുക, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഓ എന്റെ യേശുവേ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കു
യേശു ഒരിക്കലും വാക്ക് മാറുകയില്ല. യേശു വാക്ക് മാറാത്തവൻ. നമ്മെ തകർക്കുന്ന ശത്രുവിന്റെ കരം നമ്മുടെ നേരെ ഉയർന്നാലും, ബന്ധുമിത്രാദികൾ പോലും ശത്രുക്കളെ പോലും നമ്മോട് പ്രവർത്തിച്ചാലും, സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു നമ്മോടൊപ്പം ഉള്ളതിനാൽ നാം ഒരിക്കലും തളരുകയില്ല, നാം ഒരിക്കലും പതറുകയില്ല. കാരണം ക്രിസ്തു ഇന്നുമെന്നും നമ്മിൽ ജീവിക്കുന്നു. അവിടുന്ന് ശക്തനാണ്. നാം ചോദിക്കുന്നതിലുപരി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു വലിയ ദൈവം. ആ ദൈവത്തോട് ഈ നിമിഷം വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ ആ അനുഗ്രഹത്തിനായി ഞാനിതാ കാത്തിരിക്കുന്നു. ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഹല്ലേലൂയ. ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല, വിശ്വാസത്തോടെ നമുക്ക് പാടാം. ഇല്ല ഇല്ല, ഞാൻ യേശു ഒരിക്കലും വാക്ക് മാറുകയില്ല. ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ. എന്റെ യേശു ജീവിക്കുന്നു നമ്മിൽ. വാഗ്ദത്തം കർത്താവായ യേശു ഒരിക്കലും വാക്ക് മാറാത്തവൻ. എന്റെ യേശു വാക്ക് മാറാത്തവൻ. തീർച്ചയായും വാക്ക് മാറാത്തവൻ യേശു. എന്റെ ജീവിതത്തിൽ വേദനകളാകുന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും, എന്റെ ഹൃദയം നൊമ്പരപ്പെട്ടാലും, മറ്റുള്ളവർ എന്നെ നോക്കി വിധിക്കുമ്പോഴും ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല, ഞാൻ ഒരിക്കലും വീഴുകയുമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു എന്റെ കരം പിടിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിലുപരി ചെയ്തു തരുന്ന കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കും. കാരണം അവിടുന്ന് അനുഗ്രഹത്തിന്റെ ദാതാവാണ്. അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. നാം അവിടുത്തെ മക്കളാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രതികൂലക്കാറ്റന്മേൽ അടിച്ചിടിലും, എന്റെ ഉള്ളം കലങ്ങിടിലും, ഹല്ലേലൂയ, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും, പ്രതികൂലക്കാറ്റന്മേൽ അടിച്ചിടിലും, എന്റെ ഉള്ളം കലങ്ങിടിലും, യേശുവേ, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും, ഒരിക്കൽ ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല, ഞാൻ വീഴുകയില്ല. കാരണം എന്റെ യേശു കൂടെയുണ്ട്. ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെ, ഹല്ലേലൂയ. എന്റെ യേശു കൂടെയുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുകയില്ല. ചെയ്തവൻ വാക്കുമാറുമോ? ഓ, കർത്താവായ യേശു നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും താമസം വിന ഉത്തരം നൽകട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.